لكم كل احترام. أنتم بنيتم، أنتم زرعتم في همة حب الأنام، في همة حب الأنام. يا دعاة رب السماء، يا من صنعتم في الأرض نورا، يا قلوبا فيها الوفاء، بشراكم اليوم سرورا. أعلامنا قد شاع صدقا في سعيكم نحو السلام، كانت بداية. السلام عليكم ورحمة الله. الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയങ്കരരായ ഗുഡ് ഹോപ്പ് ഹോളിഡേയ്സിൻ്റെ എൻ്റർപ്രൈസിൻ്റെയൊക്കെ നേതൃത്വം ഖാലിക്കടക്കമുള്ള അതിൻ്റെ പിന്നണി പ്രവർത്തകർ, ഏറെ നാളായി മനസ്സിൽ താലോലിക്കുന്ന, മനസ്സിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിൻ്റെ ഭാഗമാകുന്നതിന് വേണ്ടി മനസ്സും ശരീരവും സമ്പത്തുമൊക്കെ ഒരുക്കി തയ്യാറായി നിൽക്കുന്ന പ്രിയപ്പെട്ട ഹാജിമാരെ, ഏകദേശം 1.5 മണിക്കൂറിലേറെ സമയമായി ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, പലപ്പോഴും കേട്ടതൊന്നും ചിലപ്പോൾ അത്ര ആശ്വാസകരാവൂല, അങ്ങനെയൊക്കെയാണോ എന്നൊരു ബേജാറ് സ്വാഭാവികമായിട്ടും മനസ്സിൽ കയറിക്കൂടിയിട്ടുണ്ടാകും. ഇതിലിപ്പോൾ യാത്രക്കാർ എത്ര ആൾക്കാരാ? ഒന്ന് കൈപൊക്കോ. ഹാജിമാർ മാത്രം കുറച്ച് ആൾക്കാരെ, യാത്രക്കാരല്ലാത്തുള്ളൂ. ഓക്കെ, റെഡി. ഇൻഷാ അല്ലാഹ് നേരത്തെ ഖാലിക്ക പറഞ്ഞത് ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ പവർ പോയിന്റ് പ്രസൻറ്റേഷനോട് കൂടി ക്ലാസ് എടുക്കുന്നത് ഇൻഷാ അല്ലാഹ് സുബൈർ പീഡിയക്കലായിരിക്കും. ഒരു അരമണിക്കൂർ കൊണ്ട് ഇൻഷാ അല്ലാഹ് അലി ഷാക്കർ മുണ്ടേരി ഇവിടെ എത്തിച്ചേരും. അതിനിടയിലൊരു ഗ്യാപ്പ് നികത്തൽ മാത്രമാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ഉംറ യാത്രകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പോകുക ഉംറക്കാണല്ലോ. കാരണം ഒരു വർഷത്തിൽ എത്ര ഉംറ ചെയ്യാം, ഹജ്ജ് വർഷത്തിൽ ഒന്നേ ഉള്ളൂ. അപ്പോൾ ഖാലിക്കൊക്കെ പറഞ്ഞു, ലക്ഷങ്ങൾ കോടികൾ അക്കൗണ്ടിൽ ഉണ്ടായിട്ടും ഹജ്ജും ഉംറയും ചെയ്യാത്ത ആളുകളുണ്ട്. ഇപ്പോൾ എനിക്കറിയുന്ന, വളരെ അടുത്തറിയുന്ന ഒരു കുടുംബത്തിൽ അത്യാവശ്യം നല്ല സാമ്പത്തിക ഭദ്രതയൊക്കെ ഉള്ള ഒരു ഫാമിലി, ഭാര്യയും ഭർത്താവും അധ്യാപകരാണ്. അങ്ങനെ ഈ ഭാര്യ നിരന്തരമായി, ഭാര്യയ്ക്ക് അത്യാവശ്യം റിലീജിയസ്ലി കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഭർത്താവിനോട് പറയും, നമുക്ക് ഉംറക്ക് പോവല്ലേ, ഹജ്ജിന് പോവല്ലേ എന്നൊക്കെ പറയും. പക്ഷേ ഭർത്താവ് ഏതായാലും ഇപ്പം നല്ല ടെൻഷനാണ്, ഹെഡ് മാസ്റ്ററാണ്, റിട്ടയർ ആവട്ടെ, അപ്പോൾ ഈ ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം എന്ന പ്ലാനിങ്ങിലാണ് അവരങ്ങനെ മുന്നോട്ട് പോയത്. പക്ഷേ സ്കൂളിൽ നിന്ന് റിട്ടയർ ആകുന്നതിൻ്റെ കൃത്യം 6 മാസം മുമ്പ് ആ മനുഷ്യൻ സ്ട്രോക്ക് വന്ന് ബെഡിഡനായി. ഇപ്പോഴും വാക്കർ വെച്ച് നടക്കുന്ന അവസ്ഥയിലാണ്. അങ്ങനെ കഴിഞ്ഞ വർഷം ഹജ്ജിന് അവർ കൊടുത്തു, എന്ത് റിസ്ക് കൊടുത്തും പോകാം, അത്രയും ആഗ്രഹിച്ചതല്ലേ. അപ്പോഴാണ് കഴിഞ്ഞ വർഷം സീറ്റ് കുറേ ആളുകളുടെ അവസ്ഥ. ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, അവരുടെ അക്കൗണ്ടിൽ ഒരു പക്ഷേ ലക്ഷങ്ങൾ ഉണ്ടാകാം, പെൻഷൻ സമയത്ത് കിട്ടിയ എമൗണ്ടുകളും അവരുടെ സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഹജ്ജിൻ്റെ ഉംറൻ്റെ അടിസ്ഥാനം എന്താണ്? പൈസയാണോ? അല്ല, തൗഫീഖാണ്. അള്ളാഹുവിൻ്റെ ആ വിളി ഉണ്ടല്ലോ. ആരാ വിളിച്ചത് ആദ്യം? ഇബ്രാഹിം നബി.
ആ വിളിക്കുത്തരം നൽകിയിട്ടാണ് നമ്മൾ ഈ പുണ്യഭൂമിയിലേക്ക് ഹജ്ജിനും ഉംറക്കും വേണ്ടി യാത്ര തിരിക്കുന്നത്. അവിടെ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് പൈസ കെട്ടി ഇന്നത്തോടു കൂടി പെട്ടി കെട്ടാനും പറ്റും, ലഗേജൊക്കെ തരുന്നതുകൊണ്ട്. പക്ഷെ പൈസ കെട്ടിയത് കൊണ്ടും പെട്ടി കെട്ടിയത് കൊണ്ടും മാത്രം നമ്മൾ അങ്ങോട്ട് എത്തുമോ? ഒരിക്കലുമില്ല. നിരന്തരമുള്ള നമ്മുടെ പ്രാർത്ഥനയിൽ എന്ത് വേണം? അള്ളാഹുവേ, ആരോഗ്യത്തോടെയും ആഫിയത്തോടെയും അങ്ങോട്ട് എത്തിക്കണേ എന്ന നിരന്തരമായ പ്രാർത്ഥന നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മളിപ്പോൾ നമ്മളോട് പരിചയമുള്ളവരോടൊക്കെ നമ്മൾ യാത്ര പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാകും. ഇൻഷാ അല്ലാഹ് പോകൂട്ടോ. അവരോട് പറയേണ്ടത് പ്രാർത്ഥിക്കണം. അവരോടും നമ്മൾ പറയേണ്ടത് എന്താണ്? പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അവിടെ എത്തി തിരിച്ചിങ്ങോട്ട് വരാൻ, അല്ലേ? ഇവിടുന്ന് പോയ അതേ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരൽ പ്രയാസമാണ്. സ്വാഭാവികമായും ശാരീരിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ നിന്ന് കർമ്മങ്ങൾ പൂർത്തിയാക്കി, ഇപ്പം നമുക്ക് മറ്റൊരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ഹജ്ജിനോട് അടുത്ത ദിവസങ്ങളിലാണ് നമ്മൾ പുറപ്പെടുന്നത്. അതുകൊണ്ട് വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് പെട്ടെന്ന് ഹജ്ജിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ഹമീദ് അലി സാർ പറഞ്ഞല്ലോ, ഹജ്ജിന് മുമ്പുള്ള ദിവസങ്ങളിൽ ആരാധനയിൽ അങ്ങോട്ട് മുഴുകിയിട്ട് ഹജ്ജ് എത്തുമ്പോഴേക്ക് എന്താകും? ശരീരം താപാനാകും. ഏറ്റവും ഊർജം വേണ്ടത്, ഏറ്റവും എനർജി വേണ്ടത് ഏത് സമയത്താണ്? ഹജ്ജിൻ്റെ സമയത്താണ്, അല്ലേ? നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കാനുള്ളതാണ്. അപ്പം അതിനു വേണ്ടി നമ്മുടെ ശരീരത്തെ നമ്മൾ മാനസികമായും ശാരീരികമായും നമ്മൾ ഒരുക്കിയെടുക്കണം. ഹമീദ് അലി സാർ പറഞ്ഞ നമുക്കൊക്കെ അനുഭവമുള്ള കാര്യമാണ്. അങ്ങോട്ട് എത്തിയ ആവേശത്തിൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ട് ഹറമിൽ അങ്ങോട്ട് കുത്തിയിരിക്കും. അവിടുത്തെ ഏറ്റവും വലിയ പ്രയാസം എനിക്ക് അനുഭവപ്പെട്ടില്ല, അവിടുത്തെ തണുപ്പാണ്. മക്കത്തായാലും മദീനത്തായാലും ഹറമിൻ്റെ ഉള്ളിൽ, പള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ നിശ്ചിത സമയത്തിലേറെ ഇരുന്നാൽ നമ്മളെ ശരീരം പെട്ടെന്ന് എന്ത് ചെയ്യും? ഇതാവും, അസുഖം ബാധിക്കും. അത് നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യല്ല, പക്ഷെ നമ്മളത് മനസ്സിലാക്കണം. ആ തണുപ്പ് നമ്മളെ ശരീരത്തിന് ഏശൂല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട സമയങ്ങൾ നമ്മൾ വിട്ടു തന്നെ നിൽക്കണം. ഏതായാലും പോയതല്ലേ, ഇത്ര ലക്ഷം കൊടുത്തതല്ലേ എന്ന് പറഞ്ഞ് അവിടെ നമ്മൾ ഇരുന്നാൽ റൂമിലേക്ക് വരേണ്ട സമയത്ത് റൂമിലേക്ക് വരണം. ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് ഭക്ഷണം കഴിക്കണം. ആരോഗ്യം ശ്രദ്ധിക്കാതെ നമ്മൾ ഇബാദത്തിന് പോയാലോ? അതുകൊണ്ടാണ് ഹമീദ് അലി സാർ അങ്ങനെ പറഞ്ഞത്. അവിടെ നമ്മൾ ഒലുവ് കാട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഹജ്ജ് ചെയ്യാനുള്ള ആരോഗ്യം നമുക്കില്ലാണ്ട് പോകും. അത് സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു ദിവസത്തെ 2 ദിവസത്തെ തീരുമാനമൊന്നും ആവൂല ഹജ്ജിന് വേണ്ടിയുള്ള തീരുമാനം. നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ പൈസ കെട്ടി എല്ലാ നിലക്കും ഒരുങ്ങിയിട്ടുണ്ട്. അതല്ലാത്ത എന്തെങ്കിലും ഒരുക്കങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഞാൻ ചോദിച്ചു, നിങ്ങൾ മനസ്സിലായോ? ഒന്ന്, എത്ര ക്ലാസ്സിന് ഇപ്പം നിങ്ങൾ പങ്കെടുത്തു? ഇതിനു മുമ്പ് ഏതെങ്കിലും ഹജ്ജിന്റെ ക്ലാസ്സിൽ പങ്കെടുത്തവരൊന്ന് കൈവക്ക്. മാഷാ അല്ലാഹ്, ഭൂരിഭാഗമാണ്. സത്യം പറഞ്ഞാൽ ഹജ്ജിന്റെ ഒരു ക്ലാസ്സിന്റെ ആവശ്യം നമ്മൾ പല ഭാഗങ്ങൾ ഹജ്ജിന് തീരുമാനിച്ചതോടുകൂടി നമ്മൾ പല ഭാഗങ്ങളിൽ കിട്ടുന്ന ക്ലാസ്സിനൊക്കെ നമ്മൾ പോകും. എത്ര നിങ്ങൾ പോയാലും സംശയം തീരുമോ? സംശയം തീരൂല. ഫ്ലൈറ്റ് കയറുമ്പോൾ ചോദിക്കും, ഫ്ലൈറ്റ് ഇറങ്ങിയാൽ ചോദിക്കും, അവിടുന്ന് ബസ് കയറുമ്പോൾ ചോദിക്കും. ആ സംശയം തീരൂല. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ഉംറന്റെ ക്ലാസ് ആയാലും ഹജ്ജിന്റെ ക്ലാസ് ആയാലും അതിൻ്റെ പ്രാഥമിക വശങ്ങൾ മാത്രം പറഞ്ഞു പോയിട്ട് ബാക്കി സമയാസമയങ്ങളിൽ അത് ക്രമപ്പെടുത്തി മുന്നോട്ട് പോകാറാണ് എപ്പോഴും ചെയ്യാറുള്ളത്. ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത്, നിങ്ങൾ ഹജ്ജുമായി എന്തെങ്കിലും പുസ്തകം വായിച്ചോ? അങ്ങനെ വായിച്ചോരുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു പുസ്തകമെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈവക്കോ. വാങ്ങിയിട്ടുണ്ട്. ആ വാങ്ങിയ പുസ്തകം വായിച്ചവരോ? കയ്യിൻ്റെ എണ്ണം കുറച്ച് കുറഞ്ഞു, അല്ലേ? ഓക്കെ. അപ്പം നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു അബദ്ധം അതാണ്. നമ്മൾ പോകാനൊക്കെ തീരുമാനിക്കും. നമ്മൾ ഊട്ടിക്ക് പോവുകയാണെങ്കിൽ, മൈസൂരിലേക്ക് ടൂർ പോവുകയാണെങ്കിൽ നമ്മളെ കൂട്ടത്തിൽ ഒരാളെങ്കിലും എന്ത് ചെയ്യും? എവിടെയൊക്കെ പോകണം, ഇന്ന സമയത്ത് എവിടെ എത്തണം, ഒരു കൃത്യമായ പ്ലാനിങ് ഉണ്ടാവും. അതിൻ്റെ നാച്ചുറൽ നമ്മൾ പഠിച്ചു വെക്കും. അതേപോലെ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു മുസ്ലിമിന് ജീവിതത്തിൽ ഏറ്റവും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പുണ്യഭൂമിയിലേക്ക് നമ്മൾ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ
നമ്മൾ നല്ലോണം വായിച്ചു പഠിച്ചു മനസ്സിലാക്കിയിട്ട് പോകണം. ഇവിടുന്ന് നമ്മൾ ഇനിയുള്ള അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ഒരുക്കങ്ങൾ അതാകണം. ഇപ്പൊ കാബ വെള്ളപ്പൊക്കത്തിൽ പെട്ടതും അതുമായി ബന്ധപ്പെട്ട ചരിത്രം കുറച്ചു ഭാഗം ഹമീദ് അലി സർ പറഞ്ഞു. അതിന്റെ പരിസരത്ത് ഇന്ന് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ് അല്ലെ, യൂട്യൂബ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ എടുക്കുന്ന സോഴ്സ് കറക്റ്റ് ആകണം. ഒരുപാട് അബദ്ധമായ വിശ്വാസങ്ങളും ചരിത്രങ്ങളും അതിന്റെ ഭാഗത്തുണ്ട്. പക്ഷെ എപ്പോഴും നല്ലത് പുസ്തകം വായിക്കലാണ്. ആധികാരികമായ പ്രസാധകർ ഇറക്കിയ പുസ്തകങ്ങൾ നമ്മൾ വായിച്ചിട്ട് ഇതിന്റെ ചരിത്രങ്ങൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മളെ കൂടെയൊക്കെ പോരുന്ന നല്ല വിവരമുള്ള സാമൂഹികമായി എല്ലാ നിലക്കും ഇടപെടുന്ന ആളുകൾ പോലും വളരെ ചെറിയ ചരിത്രങ്ങൾ പോലും അറിയാത്തവരായിരിക്കും. ഇങ്ങനെ കണ്ട മൗലവി എന്ന പലപ്പോഴും ചോദിക്കുക. അങ്ങനെ ആകരുത്. നമ്മൾ ആ മക്കയും മദീനയുമായി ബന്ധപ്പെട്ട ചരിത്രം, പ്രവാചക ചരിത്രം, ഇതൊക്കെ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ സമയമെടുത്ത് വായിച്ച് മനസ്സിലാക്കി പഠിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുള്ളൂ. അത് അമീർമാരെ ക്ലാസ്സിലൂടെ മാത്രം കിട്ടുന്നതല്ല. അതിൻ്റെ ഒരു ഭാഗം എപ്പോഴും എവിടെ വേണം? നമ്മുടെ ഉള്ളിൽ വേണം. അപ്പോഴാണ് അമീർമാർ ഓരോ ചരിത്രം പറയുമ്പോൾ നമുക്കത് കണക്ട് ചെയ്തുകൊണ്ട് കൂടുതൽ ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അതങ്ങനെ വെറുതെ നമ്മുടെ ഒരു ചെവിയിലൂടെ ടച്ച് ചെയ്ത് മാത്രം പോകുള്ളൂ, ഉള്ളിലേക്ക് കയറൂല. ഖാലിക്കും പറഞ്ഞു, നമ്മളിവിടെ 5 സ്റ്റാർ ഫെസിലിറ്റി 3 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഒരു വീടും സൗകര്യവും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മൾ അത്ര പോലും സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റിയെടുക്കുകയാണ്. നമ്മുടെ ശരീരത്തെ നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും? മാറ്റിയെടുക്കേണ്ടി വരും. അപ്പോൾ നോമ്പിനെ കുറിച്ച് പറഞ്ഞ നോമ്പ് അസിയാമു ജുന്നത്തുൻ എന്നാണ്. നോമ്പ് എന്താണ് പരിചയാകുന്നത്? ഭക്ഷണം ഉണ്ടായിട്ടും ഭക്ഷണം കഴിക്കാതെ, വെള്ളമുണ്ടായിട്ടും വെള്ളം കുടിക്കാതെ, ഇണ അടുത്തുണ്ടായിട്ടും ഇണയെ സമീപിക്കാതെ, തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും തെറ്റിലേക്ക് പോകാതെ നമ്മളിങ്ങനെ പിടിച്ചു വെക്കണം. ഇംസാക്കാണ്. അതുപോലെ ഈ ഹജ്ജിന്റെ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ 30 ദിവസം 25 ദിവസം 32 ദിവസം നമ്മളിത് പരിതപ്പെടുത്തുകയാണ്. നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ, അല്ലേ? ഇപ്പോഴാണ് കുറച്ചൊക്കെ ചെറുപ്പക്കാരായ ആൾക്കാർ ഹജ്ജിന് പോകാൻ തുടങ്ങിയത്, അല്ലേ? മുമ്പൊക്കെ എങ്ങനെയാണ്? ഒരു 60+ ഒക്കെയാണ്. ഇപ്പോൾ ഈ അടുത്ത ദിവസം ഹജ്ജിനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇങ്ങനെ സംസാരിച്ചപ്പോൾ അമുസ്ലിമായ ഒരാൾ പറഞ്ഞു, ഇപ്പം തന്നെ ഹജ്ജിന് പോവേ. എന്നോട് ചോദിച്ചതാ, ഇപ്പം തന്നെ ഹജ്ജിന് പോകും. അതൊക്കെ ഒരു 50 വയസ്സ് 60 വയസ്സ് കഴിഞ്ഞിട്ട് പോകേണ്ടതല്ലേന്നാണ് ചോദിക്കുന്നൊരു ചോദ്യം. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ നാട്ടിൽ മുമ്പ് ഉണ്ടായിരുന്നു. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ദങ്ങളും കഴിഞ്ഞ്, അല്ലേ? ആദ്യം മക്കൾ, പിന്നെ മക്കളെ കല്യാണം, അത് കഴിഞ്ഞ് പേരക്കുട്ടികൾ, ഓല മുടിയാഴ്ചലും നിക്കാഹും ഒക്കെ കഴിഞ്ഞിട്ട് ജീവിതത്തിൻ്റെ സായും സന്ധ്യയിൽ ഹജ്ജിനു പോകാം, ഉംറക്ക് പോകാം എന്ന മനസ്സിൽ നിന്ന് ഫാമിലി പാക്കേജ് ആയിട്ട് ഉംറക്ക് പോകുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ആത്മീയത എത്രത്തോളം ഉൾക്കൊള്ളുന്നു എന്നുള്ളത് വേറെ ചർച്ചയാണ്. പക്ഷെ അവിടെ ഹജ്ജിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ചെറിയൊരു മാറ്റം. അപ്പം എൻ്റെ കൂടെയൊക്കെ ഉംറക്ക് വരുന്ന ആളുകളോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായി കഴിയുമെങ്കിൽ അടുത്ത വർഷം നിങ്ങൾ കൊടുക്കണം. ജീവിതത്തിലെ എല്ലാ ലോണും ലോണ് അതിൻ്റെ ശറഈ വശങ്ങൾ വേറെ, എല്ലാ കടമടപാടുകളും ഉത്തരവാദിത്തങ്ങളും തീർന്നിട്ട് ഹജ്ജിന് പോകാമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കലുണ്ടാകൂല. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്. അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എളുപ്പങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഒരു ട്രെൻഡ് മാറി. ഇപ്പോൾ അത്യാവശ്യം ഒരു ചെറുപ്പക്കാരായ ആളുകളൊക്കെ ഹജ്ജിന് പോകുന്നതിലേക്ക് കാര്യങ്ങൾ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നത്, നമ്മൾ പഠിക്കണം, വായിക്കണം. ഇതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ, പ്രവാചക ചരിത്രങ്ങൾ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമ്മൾ ആദ്യം പോയിട്ട് നമ്മൾ ഉംറയാണ് ചെയ്യുക. ഉംറ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുന്ന വഴിയിൽ മറുവയിൽ നിന്ന് സഫ വഴി നമ്മൾ നമ്മുടെ ഹോട്ടലിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ അടുത്ത സൈഡിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വീടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ആ വീട് ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു, അതിന് തൊട്ടടുത്താണ് ജബൽ അബുൽ ഖുബൈസ് ഉള്ളത്.
അപ്പം ഈ രണ്ടും നമ്മളിങ്ങനെ കണക്ട് ചെയ്യണം. ഈ ജബൽ അബുൽ ഖുബൈസിന്റെ മുകളിൽ നിന്ന് നബി വിളിച്ച് മക്കക്കാരെ വിളിക്കുന്നത്, ഈ ചരിത്രം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ സാധിക്കണം. അവിടെയാണ് ബിലാലിനെയും ഖബ്ബാബിനെയൊക്കെ ഉപദ്രവിച്ചത്. ഈ ചരിത്രങ്ങൾ വായിച്ച് മനസ്സിലാക്കി നമ്മുടെ ഉള്ളിൽ ഇതുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയും. അല്ലെ, മക്കക്കാരെ വിളിച്ചിട്ട് നബി പറയാണ്, ഈ മലയുടെ അപ്പുറത്ത് നിന്ന് ഒരു സംഘം നമ്മെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? അവർ പറഞ്ഞു, എന്തുകൊണ്ട് വിശ്വസിക്കാതിരിക്കണം, നീ അൽ അമീനാണ്. ആ രംഗൊന്ന് കൂടെ നോക്കും. അപ്പൊ നമ്മൾ പ്രാഥമികമായി അത് നമ്മൾ മനസ്സിലാക്കണം. തായിഫിലേക്ക് നമ്മൾ പോകും വിധി ഉണ്ടെങ്കിൽ, അവിടെ പോകുമ്പോൾ അവിടുത്തെ ചരിത്രങ്ങൾ നമ്മൾ അറിയണം. പ്രവാചക ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ചരിത്രപ്രധാനമായ സ്ഥലങ്ങളുള്ളത് മദീനയിലാണ്. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തുമ്പോൾ ആ ചരിത്രങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഉസ്മാനുമായി ബന്ധപ്പെട്ട ചരിത്രം. മസ്ജിദുൽ ഹറം, മസ്ജിദുൽ നബവിയോട് ചേർന്ന് കിടക്കുന്നതാണ് ബഖീഉൽ ഉർഖദ്. ആ ബഖീഉൽ ഉർഖദ് പണം കൊടുത്ത് വാങ്ങിയത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പക്ഷേ അദ്ദേഹത്തിന്റെ ജനാസ പോലും അതിൽ മറവ് ചെയ്യാൻ ആ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ സമ്മതിച്ചിട്ടില്ല. പിന്നീട് ആ സ്ഥലം അദ്ദേഹത്തെ ബഖീഉൽ ഉർഖദിന് പുറത്താണ് അദ്ദേഹത്തിന്റെ ജനാസ മറവ് ചെയ്തത്. പിന്നീട് കാലാന്തരത്തിൽ ആ സ്ഥലം ബഖീഉൽ ഉർഖദിലേക്ക് ചേർക്കുകയായിരുന്നു. ഇതേപോലെ ആ ബഖീഉൽ ഉർഖദ് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു പ്രയോഗമാണ് ജന്നത്തുൽ ബഖീഉൻ ജന്നത്തുൽ മുഅല്ലയും. എത്ര തിരുത്തി കൊടുത്താലും ആൾക്കാരിത് തിരുത്തൂല. ഇതൊക്കെ ഇവിടുന്ന് തിരുത്തി പോകാൻ വേണ്ടിയിട്ടാണ് പറയണത്. മക്ബർ എങ്ങനെ തോട്ടാവോ? ജന്നത്ത് പറഞ്ഞാൽ എന്താ? തോട്ടാണ്. അപ്പൊ ബഖീഉൽ ഉർഖദും മക്ബറത്തുൽ മുഅല്ലയുമാണ്. ഞാനിത് പറഞ്ഞെന്താ അറിയോ, ഇത് നമ്മൾ എത്ര തിരുത്തി തന്നാലും തിരുത്താൻ നമ്മളെ മനസ്സ് സമ്മതിക്കൂല. ഇന്നലെ രാത്രി ഒരു മദ്രസ അധ്യാപകനെ ബന്ധപ്പെട്ടു ഫോണിൽ, വാട്സപ്പിൽ. ഇപ്പൊ സംശയം എന്താ അറിയോ, നമ്മൾ ആളുകളുടെ ഒരു എന്താ പറയുക, അറിവിൻ്റെ പോരായ്മ ഞാൻ പറഞ്ഞിരുന്നത്. നമ്മൾ ഇമാമിൻ്റെ കൂടെ ഒരാൾ വന്നിട്ട് മൂന്നാമത്തെ റക്അത്തിൽ അസ്ർ നിസ്കരിക്കുന്ന ഒരു ഇമാമിൻ്റെ പുറകിൽ മൂന്നാമത്തെ റക്അത്തിൽ ഒരാൾ പിന്തുടരുകയാണ്. അങ്ങനെ അയാൾ പിന്തുടർന്നാൽ നമ്മളെ വിശ്വാസപ്രകാരം നമ്മൾ എത്രാമത്തെ റക്അത്താണ് നിസ്കരിക്കുന്നത്? ഒന്നാമത്തെ റക്അത്താണ്. ഏത്? അതെങ്ങനെ മൂന്നാമത്തെ റക്അത്താവുക? അപ്പൊ നമ്മൾ 3ഉം 4ഉം എപ്പോഴാണ് നിസ്കരിക്കുക? അതാ ഞാൻ പറഞ്ഞത്, ഇമാമ് എത്ര നിസ്കരിക്കുന്നല്ല, നമ്മൾ ഇമാമിന്റെ കൂടെ അവസാനത്തെ റക്അത്താണ് നമ്മൾ എത്തുന്നതെങ്കിൽ നമ്മൾ നിസ്കരിക്കുന്നത് ഏതാണ്? ഒന്നാമത്തെ റക്അത്തല്ലേ? അപ്പോ മദ്രസ അധ്യാപകരായിട്ട് പോലും അതൊരു ആ വിഷയത്തിൽ എന്തില്ല, വ്യക്തത കുറവാണ്. സംശയം തീർക്കാണ്. നമ്മളെ സംശയം തീർക്കാൻ ഏറ്റവും നല്ല വഴി എന്താണ്? നമ്മൾ കണ്ടും കേട്ടും പഠിക്കലാണ്. അപ്പൊ സിഫത്തു സ്വലാത്തുൻ നബി അല്ലെങ്കിൽ അത്തരത്തിലൊരു പുസ്തകം, നബിയുടെ നമസ്കാരം, അങ്ങനെ പുസ്തകത്തിന്റെ വായനയിലൂടെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് ആ നമസ്കാരം ബന്ധപ്പെട്ട സംശയം, നമുക്ക് ഏറ്റവും വലിയ ഒരു പരാജയം പറ്റുന്നത് വായനയുടെ കുറവാണ്. ഇപ്പം ഞാൻ ഉംറക്ക് പോകുമ്പോൾ എപ്പോഴും മക്കയുടെ ചരിത്രം, മദീനയുടെ ചരിത്രം പറയുന്നൊരു ബുക്ക് എപ്പോഴും എൻ്റെ അടുത്ത് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ കൂടുതലുള്ള ആളുകൾ ഞാൻ അത് ഇങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ഇരുന്ന് വായിക്കുമ്പോൾ ചോദിക്കും, മൊലി ഒന്ന് തരുമോ, ഒന്ന് വായിക്കാനാ? ഞാൻ പറയും, വായിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം കൊണ്ടുപോയാൽ മതി. ഇത് റൂമിൽ നിന്ന് വായിക്കാനുള്ള കൊണ്ടുപോവാ, പക്ഷെ 4 ദിവസം അങ്ങനെ തിരിച്ചു കൊണ്ടില്ല, വായിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെ ആകരുത്. വായിക്കണം, നല്ലോണം പഠിക്കണം, ഇതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ അറിയണം, എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എത്തണം. അപ്പം ഇനി ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഇതിൻ്റെ സാങ്കേതികമായ ചർച്ചകളിലേക്കൊന്നും ഇപ്പം ഞാൻ പോകുന്നില്ല. ഇൻഷാ അല്ലാഹ്. അലി ശാക്രമിൽ എത്തിയില്ലേ? അപ്പോൾ ഇവിടെയുള്ള മക്ക എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രം ആരുടെ ചരിത്രമാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ ചരിത്രമാണ്. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീക്. ആലോചിച്ച് നോക്കണം. ആ എല്ലാ ഇടുങ്ങിയ വഴികളിലൂടെയും മെലിഞ്ഞുണങ്ങിയ ഒട്ടകപ്പുറങ്ങളിലുമായി ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നതാണ്. അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനമാണ് ഇന്നും ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറവും
ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഹാജിമാർ അങ്ങോട്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന മക്കയല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആദ്യമായി തൻ്റെ പിഞ്ചു പൈതലിനെയും തൻ്റെ പ്രിയതമയെയും കൊണ്ട് ആ ഭൂമിയിലെത്തുമുണ്ടായിരുന്ന മക്ക. ആ മക്കയെ ഒന്ന് ആ ചരിത്രങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. ആ ചരിത്രങ്ങളിൽ നിന്ന് അത് വായിച്ചും കണ്ടും കേട്ടും ആ കാബൻ്റെ അരികിലെത്തുമ്പോൾ ആദ്യമായി കാബ കാണുന്നൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കൽബ് പൊട്ടും. നമ്മുടെ ജീവിതത്തിൽ എത്രയോ തവണ നമ്മൾ ആഗ്രഹിച്ചതാണ്, നമ്മൾ കാഴ്ചയിൽ കണ്ടതാണ്, ഫോട്ടോകളിലൂടെ വീഡിയോകളിലൂടെ. വർഷങ്ങളായി ആ കാബയിലേക്ക് തിരിഞ്ഞാണ് നമ്മൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കാബ കാണുമ്പോൾ, ഒന്നാമതായി ആ കാബ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സ് പൊട്ടും. അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകും. കാരണം എന്താ? അതിനോടുള്ള നമ്മുടെ ആത്മബന്ധത്തിൻ്റെ ഊക്കാണ്. പക്ഷെ ആ കാബയുടെ ചരിത്രം നമ്മൾ പറയുമ്പോൾ തൊട്ടടുത്ത് അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന മഖാമു ഇബ്രാഹിം, മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ കാൽപാദമേറ്റ ആ കല്ല്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു കൈകളെ കൊണ്ട് കാബയിലേക്ക് ചേർത്തു വെച്ച ഹജറുൽ അസ്വദ്, മക്ക വിജയത്തിന്റെ ദിവസം ആ കാബാലയത്തിന്റെ ഉള്ളിൽ കയറി അതിലുള്ളിൽ നിന്നുള്ള വിഗ്രഹങ്ങളെല്ലാം പുറത്തെടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബികളുടെയും ചിത്രം. കഅബാലയം കഴുകി വൃത്തിയാക്കി എല്ലാ മാലിന്യങ്ങളും അതിൽ നിന്നെടുത്തു പുറത്തെടുത്ത് മഹാനായ ബിലാൽ ഇബ്നു റബാഹ്, കറുത്ത മുത്തല്ലേ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുകളിൽ കയറി വിളിച്ച ആ ബാങ്കുലികൾ നമ്മുടെ കാതിലെത്തണം. മക്കയിലെയും മദീനയിലെയും ബാങ്കുലികൾ എന്നും വിശ്വാസികൾക്കൊരു ആവേശമാണ് അല്ലേ? ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ആ ബാങ്ക് ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മൾ ഹറമിലേക്ക് ഇങ്ങനെ ഒഴുകും. നമ്മളെ നാട്ടിലത്തൊക്കെ ബാങ്ക് അതുപോലെ ആയിരുന്നെങ്കിൽ എത്രയോ തവണ കൊതിച്ചു പോയിട്ടുണ്ട്. അപ്പം ആ ബിലാലിൻ്റെ ബാങ്കുലികൾ നമ്മുടെ ചരിത്രം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹജ്ജിൻ്റെ ആത്മാവ് അത് കൃത്യമായി വിശദീകരിക്കുന്ന 2 സെഷൻ കൂടി നമുക്ക് മുമ്പിൽ ബാക്കിയുണ്ട്. ബഹുമാനപ്പെട്ട അലി ഷാക്കിർ മുണ്ടേരി അദ്ദേഹമാണ് ഇനി നമ്മളോട് സംസാരിക്കുന്നത്. നമുക്ക് ഇൻഷാ അല്ലാഹ് ആ നീണ്ട യാത്രയിൽ ധാരാളമായി സംസാരിക്കാനും സംവദിക്കാനും സമയമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു തആല ആഫിയത്തുള്ള ആരോഗ്യത്തോടുകൂടി ആ മണ്ണിൽ എത്താനും ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കി നമ്മുടെ നാടുകളിലേക്ക് കുടുംബങ്ങളിലേക്ക് തിരിച്ചെത്താനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.